സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ട്വിസ്റ്റ്. എങ്ങും കാലുമാറലും അട്ടിമറിയും. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ 8 അംഗങ്ങൾ ബിജെപിയുമായി ചേർന്ന് ഭരണത്തിൽ. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ 6 പതിറ്റാണ്ടിന് ശേഷം IDF പിന്തുണയോടെ LDF അധികാരത്തിൽ. തൃശൂർ ചേലക്കരയിലും വയനാട് മൂപ്പൈനാടും UDFന് അട്ടിമറി ജയം. തൃശൂർ ചൊവ്വന്നൂരിലും തിരുവനന്തപുരം പാങ്ങോടും SDPI പിന്തുണയോടെ UDF പ്രസിഡന്റ് പദത്തിൽ. പാങ്ങോട് പ്രതിഷേധമുയർത്തിയ LDF. പത്തനംതിട്ട കോട്ടാങ്ങലിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടും UDFനെ പിന്തുണച്ച് SDPI. രാജിവെച്ച് UDF. SDPIയും BJPയും CPIMും പിന്തുണച്ചാൽ ഉടൻ രാജിയെന്ന് VD സതീശൻ. തൃശൂർ അടാട്ട് പഞ്ചായത്തിനെ ഇനി അനിൽ അക്കര നയിക്കും. ലഭിച്ചത് 8 വോട്ടുകൾ. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മുൻ CPI MLA R ലതാദേവി. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയായി ഭർത്താവ് GR അനിലും. ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ അധികാരമേറി UDF. കാസർഗോഡ് ബദിയടുക്കയിൽ ടോസിലൂടെ അധികാരം പിടിച്ചു BJP. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള AI ഫോട്ടോ പോസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യൻ അറസ്റ്റിൽ. സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അപാകത തോന്നിയ ഫോട്ടോ ഉടൻ ഡിലീറ്റ് ചെയ്തിരുന്നുവെന്ന് സുബ്രഹ്മണ്യം ന്യൂസ് മലയാളത്തോട്. സോഷ്യൽ മീഡിയ അത് ഇങ്ങനെ അതിൽ ചെറിയൊരു അപാകത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടോ അപ്പോൾ തന്നെ നമ്മൾ അത് ഡിലീറ്റ് ചെയ്തു. അതെ അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പോറ്റിയും ഒന്നിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടും ആഹ്വാനം ചെയ്തു VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും D മണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ SITക്ക്. പോറ്റിയുടെ കോൾ ലിസ്റ്റിൽ മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പറും. മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. നിരപരാധിയാണെന്ന് D മണി. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് ഭക്തിസാന്ദ്രമായ സമാപനം. 41 ദിവസത്തെ തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് രാത്രി നട അടയ്ക്കും. മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി 30-ന് വീണ്ടും നട തുറക്കും. നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായം ചോർന്നെന്ന് ആരോപിച്ചുള്ള ഊമക്കത്തിൽ അന്വേഷണം. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണ ചുമതല. ഗ്രൂപ്പാണ് അത്. ഇന്ന പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല. അത് എല്ലായിടത്തും ഉണ്ട്. എല്ലാ വിഭാഗത്തിലും കാറ്റഗറിയിലും അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ മതം പറഞ്ഞ് തിരുത്താൻ അല്ലെങ്കിൽ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സമൂഹത്തിന്റെ എല്ലാ കോണിലുമുണ്ടെന്ന് നടൻ ഷെയ്ൻ നിഗം. ഹാൽ സിനിമ അണിയറക്കാർ പോരാടിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ. സിനിമ പറയുന്ന രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്തവർ നാട്ടിലുണ്ടെന്നും നടൻ ന്യൂസ് മലയാളത്തോട്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകൾക്കിടെ യുക്രൈനിൽ ആക്രമണം അഴിച്ചുവിട്ട് റഷ്യ. തലസ്ഥാന നഗരിയായ കീവിലേക്ക് റഷ്യൻ വ്യോമാക്രമണം. രാജ്യാതിർത്തികളിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ച് യുക്രൈൻ. ആക്രമണം ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നാളെ നടക്കാനിരിക്കെ. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് സർവ്വ പിന്തുണ നൽകിയെന്ന് വെളിപ്പെടുത്തി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. യുദ്ധത്തിൽ നമ്മൾ രക്തവും ജീവിതവും മരണവും പങ്കിട്ടെന്ന് പുടിൻ അയച്ച പുതുവത്സര സന്ദേശത്തിൽ കിം. 2025 ഉഭയകക്ഷി സഖ്യത്തിന്റെ അർത്ഥവത്തായ വർഷമെന്നും കുറിപ്പിൽ. മേയർ കലഹത്തിന് പിന്നാലെ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണെ ചൊല്ലിയും കൊച്ചി കോൺഗ്രസിൽ തമ്മിലടി. കലാപക്കൊടി ഉയർത്തി ഉമ തോമസ്. തൃശൂർ DCC രാത്രിയുടെ മറവിൽ നടപടിയെടുത്തത് തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെയെന്ന് ലാലി ജെയിംസ്. മറുപടി അർഹിക്കാത്ത ആരോപണമെന്ന് തൃശൂർ മേയർ നിജി ജസ്റ്റിൻ. കാണുന്ന കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങോ കുറേ സോണൽ ഓഫീസുകളോ ഒന്നുമല്ല കോർപ്പറേഷൻ. ഞങ്ങളുടെ കോൺസെപ്റ്റ് മിനിമം 3 നഗരങ്ങളിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒരു നഗരം നമ്മുടെ തിരുവനന്തപുരം ആയിരിക്കണം. രാജ്യത്തെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് മേയർ VV രാജേഷ്. പ്രഥമ പരിഗണന മാലിന്യ നിർമ്മാർജ്ജനത്തിന്. രാഷ്ട്രീയം നോക്കാതെ കൗൺസിലർമാരെ ചേർത്ത് നിർത്തുമെന്നും രാജേഷ് ന്യൂസ് മലയാളത്തോട്.
നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആയുധവുമായി എത്തിയ ആംബുലൻസ് ഡ്രൈവറുടെ പരാക്രമം. അത്യാഹിത വിഭാഗത്തിലേക്ക് അതിക്രമിച്ചു കയറിയത് മറ്റൊരു ആംബുലൻസ് ഡ്രൈവറെ ആക്രമിക്കാൻ. മുജീബിനെതിരെ പോലീസിൽ പരാതി നൽകി ആശുപത്രി സൂപ്രണ്ട്. ടോപ്പ് ഗിയറിൽ കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 880 രൂപ കൂടി 1,03,560 രൂപയിൽ. യുക്രൈൻ റഷ്യ സംഘർഷം തുടരുന്നതുൾപ്പെടെ വില വർധനയ്ക്ക് കാരണം. പൂനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലെത്താൻ കഴിയാതെ അജിത് പവാറും ശരത് പവാറും. സീറ്റ് വിഭജനത്തിൽ സമവായമാകാത്തതോടെ ചർച്ച പരാജയം. മഹാവികാസ് അഘാഡിക്കൊപ്പം ശരത് പവാറും ശിവസേന കോൺഗ്രസിനൊപ്പം അജിത് പവാറും മത്സരിക്കും. ഛത്തീസ്ഗഡിൽ 2000-ലധികം മാവോയിസ്റ്റുകൾ കീഴടങ്ങിയെന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദേശായി. കീഴടങ്ങിയവർക്ക് പ്രതിമാസം 10,000 രൂപ ധനസഹായവും തൊഴിലും നൽകും. കീഴടങ്ങിയവരെ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി സർക്കാർ ആസൂത്രണം ചെയ്തതായും വിഷ്ണു ദേശായി. രാജ്യത്തുടനീളം ഏകീകൃത ATS സംവിധാനം കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തീവ്രവാദ വിരുദ്ധ സേനകൾ സംയോജിച്ച സംവിധാനം നടപ്പാക്കും. സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ 360 ഡിഗ്രി ആക്രമണ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും NIA ഭീകരവിരുദ്ധ സമ്മേളനത്തിൽ അമിത്ഷാ. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച DGCA. വ്യോമയാന മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറിയത് സഞ്ജയ് കെ ബ്രഹ്മണെ അധ്യക്ഷനായ 4-അംഗ സമിതി. കബരിക്ക് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തിയതായി സൂചന. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായി ഡൽഹിയിൽ വ്യാപക പരിശോധന. ആയുധങ്ങളും ലഹരി വസ്തുക്കളും സൂക്ഷിച്ച 285 പേർ അറസ്റ്റിൽ. 504 പേർ കരുതൽ തടങ്കലിൽ. അറസ്റ്റിലായവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും. കർണാടകയിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലങ്ങൾ DYFI പ്രതിനിധി സംഘം സന്ദർശിച്ചു. സംഘത്തെ നയിച്ച് A. റഹീം MP. ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലും നാട്ടുകാരുമായി സംസാരിച്ച സംഘം പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രഖ്യാപനം. ബംഗ്ലാദേശിൽ സംഗീത പരിപാടിക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം. അക്രമാസക്തമായതോടെ പ്രശസ്ത ബംഗ്ലാദേശി ഗായകൻ ജെയിംസിന്റെ പരിപാടി റദ്ദാക്കി. കലാ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ അപലപിച്ച് എഴുത്തുകാരി തസ്ലീമ നസ്രിൻ. ജപ്പാനിലെ മിനിക്കാമയിൽ 2 ട്രക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 50 വാഹനങ്ങൾ കത്തിനശിച്ചു. ഒരാൾ മരിച്ചു. 26 പേർക്ക് പരിക്ക്. അപകടം മൂടൽമഞ്ഞ് കാഴ്ച മറച്ചതുകൊണ്ട് എന്ന് പോലീസ്. തീ നിയന്ത്രണ വിധേയമാക്കിയത് 7.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. അമേരിക്കയിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് താറുമാറായി വ്യോമഗതാഗതം. 1000-ലധികം സർവീസുകൾ റദ്ദാക്കി US എയർലൈൻസ്. കനത്ത മഞ്ഞുവീഴ്ച മൂലം ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും അടിയന്തരാവസ്ഥ. 60-ാം പിറന്നാൾ ആഘോഷമാക്കി സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ. മുംബൈയിലെ ഫാം ഹൗസിൽ നടന്ന വിരുന്നിൽ പങ്കെടുത്ത് MS ധോണിയും സഞ്ജയ് ദത്തും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ചും സൽമാന്റെ ആഘോഷം. ആഷസ് പരമ്പരയിലെ ആവേശപ്പോരിൽ ജയം പിടിച്ചെടുത്ത ഇംഗ്ലണ്ട്. മെൽബണിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് 4 വിക്കറ്റിന്. മത്സരം അവസാനിപ്പിച്ചത് 3 ദിവസങ്ങൾ ബാക്കി നിൽക്കെ. മെൽബണിലെ പിച്ചിനെ വിമർശിച്ച് കെവിൻ പീറ്റേഴ്സൺ.